ലൈംഗികതയിലൂടെ ലഭിക്കുന്ന 10 ആരോഗ്യ ഗുണങ്ങൾ. അതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. പുകവലി, മദ്യപാനം, ജങ്ക് ഫുഡ് ഈ ശീലങ്ങളെല്ലാം ഉപേക്ഷിച്ചാൽ ആരോഗ്യം മെച്ചപ്പെടും. ഈ കൂട്ടത്തിൽ സെക്സ് ഉപേക്ഷിച്ചാലോ ലൈംഗികത ഉപേക്ഷിച്ചാൽ ആരോഗ്യവും കുറയും. കാരണം ആരോഗ്യകരമായ ഒരു ബന്ധത്തിൽ ലൈംഗികത പ്രധാനമാണ്. ലൈംഗികത ഒരാളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും. എന്തുകൊണ്ടാണ്, എങ്ങനെയെല്ലാമാണ് ലൈംഗികത ആരോഗ്യകരമാകുന്നത് എന്നറിയണ്ടേ? അതിനെക്കുറിച്ച് 10 കാരണങ്ങൾ നമ്മൾ നോക്കാം. ഒന്നാമത്തെ, സമ്മർദ്ദം അകറ്റുന്നു. നമ്മൾ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ ലൈംഗികതയെക്കുറിച്ച് ചിന്തിക്കുകയേ ഇല്ല. എന്നാൽ ഏറ്റവും നല്ല സ്ട്രെസ് റിലീവർ ലൈംഗികത ആണെന്ന് നിങ്ങൾക്കറിയുമോ? ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എല്ലാം ഫീൽ ഗുഡ് കെമിക്കൽസും തലച്ചോറിലെത്തുന്നു. ഇതേസമയം സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിൻ്റെ അളവ് കുറയുന്നു. ലൈംഗികതയുടെ സമയത്ത് രതിമൂർച്ചയ്ക്ക് ശേഷം ഡോപാമിൻ, എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ തുടങ്ങിയ ഹോർമോണുകൾ എല്ലാം റിലീസ് ചെയ്യപ്പെടുന്നു. ഡോപാമിൻ തലച്ചോറിനെ ഉണർവുള്ളതാക്കുന്നു. എൻഡോർഫിൻ സമ്മർദ്ദവും വേദനയും അകറ്റുന്നു. അടുത്തത്, മനോനില മെച്ചപ്പെടുത്തുന്നു. 30,000 അമേരിക്കക്കാരായ സ്ത്രീ പുരുഷന്മാരിൽ നടത്തിയ ഒരു പഠനത്തിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ സന്തുഷ്ടരായിരിക്കുമെന്ന് കണ്ടു. ലൈംഗികതയുടെ സമയത്തുണ്ടാകുന്ന ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ആണ് സൗഖ്യവും സന്തോഷവും നൽകുന്നത്. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ലെങ്കിൽ കൂടി കൈ ചേർത്ത് പിടിക്കുക, കെട്ടിപ്പിടിക്കുക, ചുംബിക്കുക ഇവയെല്ലാം തന്നെ സന്തോഷമേകുമെന്ന് മുതിർന്ന വ്യക്തികളിൽ നടത്തിയ പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. ദമ്പതികൾക്കിടയിൽ ലൈംഗികത മാനസിക ആരോഗ്യം കൂട്ടുന്നതായി കാണുന്നുണ്ട്. അടുത്തത്, ഉറക്കം. ലൈംഗിക ബന്ധത്തിന് ശേഷം സുഖകരമായ ഉറക്കം ലഭിക്കും. കാരണം പ്രൊലാക്റ്റിൻ എന്ന ഹോർമോണാണ് സ്വയംഭോഗം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിലും 400 മടങ്ങ് അധികം പ്രൊലാക്റ്റിൻ സ്ത്രീ പുരുഷ ലൈംഗികതയിൽ ഉണ്ടാകുന്നുണ്ട്. ഉറക്കമില്ലായ്മയും ലൈംഗിക സംതൃപ്തിയും തമ്മിലും ബന്ധമുണ്ട്. 8 മണിക്കൂറിൽ കുറവ് ഉറങ്ങുന്ന 50-നും 79-നും ഇടയിൽ പ്രായമുള്ള 10,000 സ്ത്രീകളിൽ നടത്തിയ പഠനത്തിൽ അവർ ലൈംഗികതയിൽ ഏർപ്പെടുന്നത് വിരളമാണെന്ന് കണ്ടു. അടുത്തത്, രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തും. പതിവായ ലൈംഗികത രോഗങ്ങളെ അകറ്റും. ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ അളവ് കൂടാൻ ലൈംഗികത സഹായിക്കും. ഇത് രോഗപ്രതിരോധ ശക്തി മെച്ചപ്പെടുത്തും. അടുത്തത്, പ്രോസ്റ്റേറ്റ് അർബുദ സാധ്യത കുറയ്ക്കും. പുരുഷന്മാരിൽ സ്ഖലനം പ്രോസ്റ്റേറ്റ് അർബുദ സാധ്യത കുറയ്ക്കും. 40-നും 75-നും ഇടയിൽ പ്രായമുള്ള 50,000 പേരിൽ നടത്തിയ ഒരു പഠനം ബ്രിട്ടീഷ് മെഡിക്കൽ ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരു മാസം 21 അതിലധികമോ തവണ സ്ഖലനം സംഭവിക്കുന്ന പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റ് അർബുദം വരാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ഈ പഠനത്തിൽ പറയുന്നത്. അടുത്തത്, ഹൃദയാരോഗ്യമേകുന്നു. ആഴ്ചയ്ക്ക് 2 തവണ എങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് മാസത്തിൽ 1 തവണ ലൈംഗികതയിൽ ഏർപ്പെടുന്നവരെക്കാൾ ഹൃദ്രോഗം വരാനുള്ള സാധ്യത 45% കുറവാണെന്ന് ന്യൂ ഇംഗ്ലണ്ട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പഠനത്തിൽ പറയുന്നു. 1987 തുടങ്ങിയ 17 വർഷം നീണ്ട ഈ പഠനം 40 മുതൽ 70 വയസ്സ് വരെ പ്രായമുള്ള 1000 പുരുഷന്മാരിലാണ് നടത്തിയത്. സ്ത്രീകൾക്കും ലൈംഗികത ഹൃദയാരോഗ്യം നൽകും. കൂടാതെ രക്താതിമർദ്ദം വരാനുള്ള സാധ്യതയും കുറയും. സ്ത്രീകളുടെ ലൈംഗിക സംതൃപ്തി എന്നത് രതിമൂർച്ച മാത്രമല്ല, ചുംബനവും സ്നേഹപ്രകടനവും എല്ലാം അവൾക്ക് വൈകാരികവും ശാരീരികവുമായ സൗഖ്യമേകും. അടുത്തത്, അടുപ്പം കൂട്ടുന്നു. ജീവിതത്തിൽ സ്നേഹം എത്ര വേണമോ പങ്കാളിയുമൊത്ത് അത്രയും ലൈംഗിക ബന്ധം ആകാം. ലൈംഗിക പങ്കാളിയുമായുള്ള അടുപ്പം കൂട്ടുന്നു. ലൈംഗിക ബന്ധത്തിന് ശേഷം പങ്കാളിയോട് തോന്നുന്ന അടുപ്പം ആഴ്ചകളോളം നിലനിൽക്കും. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ലെങ്കിലും പരസ്പരമുള്ള സ്നേഹപ്രകടനങ്ങൾ ബന്ധം ഊഷ്മളമാക്കും. അടുത്തത്, ഓർമ്മശക്തി മെച്ചപ്പെടുത്തുന്നു. വാർദ്ധക്യത്തിലും ലൈംഗികത ആക്റ്റീവ് ആകുന്നത് തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തും എന്ന് പറയുന്നു. 50-നും 89-നും ഇടയിൽ പ്രായമുള്ള സെക്ഷലി ആക്റ്റീവായ പുരുഷന്മാർക്ക് ബൗദ്ധിക പ്രവർത്തനം മെച്ചപ്പെട്ടതായി ബ്രിട്ടീഷ് ഗവേഷകർ പറയുന്നുണ്ട്. വാർദ്ധക്യത്തിലും സ്നേഹബന്ധം പുലർത്തുന്നത് ബുദ്ധി, ഓർമ്മശക്തി ഇവയ്ക്ക് ഏറെ നല്ലതാണ്. അടുത്തത്, വേദനകൾക്ക് പരിഹാരം. ആർത്തവ സംബന്ധമായ വേദന, ഗുരുതരമായ നടുവേദന, കാൽവേദന, എന്തിനേറെ മൈഗ്രെയിൻ പോലും കുറയ്ക്കാൻ ലൈംഗികതയ്ക്ക് സാധിക്കും.
യോനിയിലുണ്ടാകുന്ന ഉത്തേജനം വേദനകളെ 40% കുറയ്ക്കും. രതിമൂർച്ചയിലെത്തുമ്പോഴേക്കും വേദന 75% കുറയ്ക്കാൻ സഹായിക്കും എന്നാണ് ലൈംഗിക ഗവേഷകർ പറയുന്നത്. ലൈംഗികതയുടെ സമയത്ത് ശരീരം പുറപ്പെടുവിക്കുന്ന ഹോർമോണുകളാണ് ഇതിനു പിന്നിൽ. എൻഡോർഫിൻ വേദനയും സമ്മർദ്ദവും അകറ്റും. അമ്മയും കുഞ്ഞുമായുള്ള ബന്ധത്തിനു പിന്നിലും ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ആണ്. ഇതിന് വേദന കുറയ്ക്കാനുള്ള കഴിവുണ്ട്. അടുത്തത് ലൈംഗികത എന്ന വ്യായാമം. നിങ്ങൾ ചെറുപ്പക്കാരനും ആരോഗ്യവാനും ആണെങ്കിൽ അരമണിക്കൂർ ലൈംഗികതയ്ക്കായി ചെലവിടുന്നത് ഒരു പരിധിവരെ വ്യായാമം തന്നെയാണ്. അരമണിക്കൂർ ലൈംഗിക ബന്ധം 85 കലോറി കത്തിച്ചു കളയുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. മണിക്കൂറിൽ 4.5 കിലോമീറ്റർ നടക്കുന്നതും 8 കിലോമീറ്റർ ജോഗിങ് ചെയ്യുന്നതിനും തുല്യമാണത്ര ലൈംഗിക ബന്ധം. പേശികൾക്കും സന്ധികൾക്കും ഇതൊരു വ്യായാമം ആണ്. ലൈംഗികത ശ്വസനം കൂട്ടുന്നു, ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം ഇവ നിയന്ത്രിക്കുന്നു. ആരോഗ്യവാന്മാരായ സ്ത്രീ പുരുഷന്മാർക്ക് ഊർജദായകമാണ് ലൈംഗികത. അപ്പോൾ കൂട്ടുകാരെ, ഇനി എന്തിനാണ് മടിച്ചു നിൽക്കുന്നത്?